അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഈ കുക്കിംഗ് വ്ളോഗൊക്കെ കാണിച്ച് പോവാണ്. അപ്പോൾ എനിക്ക് തന്നെ മടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും കാര്യം റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു മടുപ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഡേ മൈ ലൈഫ് തന്നെ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ഡേ മൈ ലൈഫ് ഒന്നുമല്ല, ഒരു ഹാഫ് ഡേ മൈ ലൈഫ്. അതായത് ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാവിലെ തന്നെ ലഞ്ചും ഉണ്ടാക്കുന്നു. രാവിലെ തന്നെ എൻ്റെ എല്ലാ പണികളൊക്കെ കഴിയും കേട്ടോ. അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീച്ച പാടെ തന്നെ കിച്ചണിലേക്കാട്ടോ ഞാൻ പോയത്. കിച്ചണിൽ പോയിരുന്ന് കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിരുന്നു. പിന്നെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ച് കിച്ചണിലേക്ക് വരുന്നതും. പിന്നെ എണീച്ച് കുറച്ച് നേരമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലായിരിക്കും കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാണ് കാലാവസ്ഥ. ഇപ്പം നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. ആക്ച്വലി വ്ളോഗ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ മേലോട്ടൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല മഴമേഘങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രാത്രിക്ക് ചെറുതായിട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ ഇരുണ്ടിക്കാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ റംബൂട്ടാനാണ്. ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ വ്ളോഗൊക്കെ ഇട്ടപ്പോൾ, അതായത് ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് റംബൂട്ടാനൊക്കെ പറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പ്രഭാത കാഴ്ചകളിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഈ അണ്ണാനാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ അണ്ണാനുണ്ടല്ലോ, മതിലേന്ന് താഴേക്ക് ചാടും, പിന്നെ താഴേന്ന് മേലോട്ട് പിടിച്ചേറും, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അകത്തുനിന്ന് വന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇവിടെ മരങ്ങളൊക്കെ പൊങ്ങിക്കണ അറിഞ്ഞുണ്ടല്ലോ, കുറേ കിളികളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ചെല്ലിയാണ് ഉണ്ടായി. അപ്പോൾ ഞാൻ നേരെ റംബൂട്ടാൻ പറിക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് നിന്നപ്പോൾ, അതായത് മതിലിൻ്റെ അപ്പുറ സൈഡിൽ നിന്നപ്പോൾ ഞാൻ ഇപ്പുറത്ത് കുറച്ച് റംബൂട്ടാനൊക്കെ കൊലയായിട്ട് പഴുത്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഇതിൽ ഒരു റംബൂട്ടാൻ, ആകെ ഒരേ ഒരു റംബൂട്ടാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാനിങ്ങനെ ചെറിയ കൊലകളൊക്കെ ഇങ്ങനെ ഫോം ചെയ്തപ്പോൾ എണ്ണി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും കൊലകൾ. ഒരു 8-9 കൊലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ വർഷത്തെ മഴയിലുണ്ടല്ലോ നന്നായിട്ട് തന്നെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. അവസാനം അത് റംബൂട്ടാൻ പറിക്കുന്ന ടൈമായപ്പോഴുണ്ടല്ലോ ആകെ ഒരേ ഒരു റംബൂട്ടാനാണ് കിട്ടിയത്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിലൊന്നാണ് കേട്ടോ ഈ റംബൂട്ടാൻ. ഞാനിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, റോഡ് സൈഡിൽ ഓരോരുത്തരുടെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ റംബൂട്ടാൻ നിറച്ചിങ്ങനെ കിടക്കും. എന്നിട്ട് നെറ്റൊക്കെ ഇട്ട് വിരിച്ച് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞ് വെച്ച് എനിക്ക് ഇതുപോലെ പറിച്ചെടുക്കാമല്ലോ എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ സ്ഥലമല്ല കേട്ടോ. ഞാൻ ഈ മതിലിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ആദ്യം മേടിക്കുന്നത് ഈ സാധനമായിരിക്കും കേട്ടോ, ഇതിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇന്ന് ഈ വർഷം ഉണ്ടായപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ ഈ മഴയൊക്കെ പെയ്തപ്പോൾ കുറേ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു 5 വർഷം പഴക്കമുള്ളൊരു തൈ ആയിരിക്കും. കാരണം ഇത് മേടിച്ചത് ഒരു ചെറിയ തൈയോട് കൂടിയിട്ടുണ്ട്. അന്ന് തൈ കൊണ്ടുവന്ന് വെച്ച സമയത്ത് 2 വർഷം കഴിയുമ്പോൾ ഇത് കായ്ക്കും എന്നൊക്കെ പറഞ്ഞാണ് വെച്ചത്. പക്ഷേ 2 വർഷത്തിനുള്ളിൽ ഇത് കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3 വർഷമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കായ്ച്ചപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഈ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഒത്തിരി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് പറിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. നിറച്ച് കാടൊക്കെയാണ്. ഇവിടെ സൈഡിലൊരു ചെറിയ കനാലുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വ്ളോഗിലൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് വെള്ളമൊന്നുമില്ല. ഇനി വെള്ളം അടുത്ത ഡിസംബറിലേക്ക് ആയിരിക്കും മിക്കവാറും വരുള്ളൂ. കാരണം ഇപ്പോൾ മഴയൊക്കെ ആയിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കനാലിൽ വെള്ളമൊന്നുമില്ല. പിന്നെ അത് പോരാത്തതിന് അവിടെ ഒരു ചെറിയ റോഡുള്ള കാര്യം അറിയാമല്ലോ. അവിടെ റോഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആക്കിയൊക്കെ ഇട്ടേക്കാണ്. അവിടെ കട്ട വിരിക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ ഇടണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട്. അപ്പോൾ കനാൽ മൊത്തത്തിൽ ഇപ്പോൾ കാടൊക്കെ ആയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 2 തവണയൊക്കെ അവിടെ ചേച്ചിമാരൊക്കെ ക്ലീൻ ആക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അപ്പുറത്തെ റോഡണ്ടയിൽ നിന്നാലും ഇപ്പുറത്ത് കാണാൻ പറ്റില്ല. ആ രീതിയിൽ ലെവലിൽ ഹൈറ്റിലാണ് ഇപ്പോൾ കാടൊക്കെ നിൽക്കുന്നത്. അത് വെട്ടി വൃത്തിയാക്കിയൊക്കെ ഇടാണെങ്കിൽ നല്ല നീറ്റായിട്ടൊക്കെ കിടക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പാമ്പുള്ളാറിന് എനിക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പേടിയാണ്. പറിച്ച റംബൂട്ടാനൊക്കെ ഞാൻ അപ്പം തന്നെ മതിലയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ല, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് മതിലയിൽ നിന്ന് എടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ. ഇത് 2 ടെഡ്ഡി ബിയറാണ് കേട്ടോ, മോളുടെ ടെഡ്ഡി ബിയറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഒരു വലിയ ടെഡ്ഡി ബിയറും ഉണ്ട്, ചെറിയ ടെഡ്ഡി ബിയറും ഉണ്ട്. അപ്പോൾ ചെറിയ ടെഡ്ഡി ബിയർ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആ എഗ് ബൗളിൽ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ഭംഗി കിട്ടും. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബൗളിന്, അതായത് ആ എഗ് ബൗളിൽ വെച്ചപ്പോൾ അതിന് മാച്ചായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഞാൻ അവിടെ വെച്ചേക്കണേന്ന് ചോദിച്ചാൽ രസത്തിനൊന്നുമല്ല, ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടുമല്ല, ഒരു മനസ്സുഖം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ, അങ്ങനെ ഒരു മനസ്സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. കിച്ചണിലാകുമ്പോൾ നമുക്ക് എപ്പോഴും അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. എനിക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തിലേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കണ്ടേ. അപ്പോൾ കുറേ നേരം ഞാനാണെങ്കിൽ പുറത്തേക്കൊക്കെ നോക്കും. എത്ര നേരമാണെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കണേ. അപ്പോൾ നമുക്ക് അകത്തൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ ഉള്ളൂ. പിന്നെ മോളാട്ടോ ഇതിൽ കൂടുതൽ ക്രേസ്. അവൾ കുറേ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ റൂമിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ ഇത് കുറേ ഇങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട്
ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ കൂടെ ആരോ ഒരാൾ ഇരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഞാൻ ഇന്ന് പുട്ടും എഗ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കേക്കയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ പുട്ടുപൊടി അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര നല്ലതാണ്. അന്ന് ഈ സ്റ്റീം പുട്ടുപൊടി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയുള്ളൂ. അപ്പോൾ അന്നാളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ പൊടികളൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അതൊക്കെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ തേങ്ങാപ്പാലൊന്നും അല്ല കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ് അല്ലാത്ത പൊടികളിലൊക്കെ ഞാനിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് സോഫ്റ്റ് ആക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല കേട്ടോ. കാരണം തേങ്ങയ്ക്കൊക്കെ നല്ല വില. എവിടെയാണെങ്കിൽ തേങ്ങയും ഇല്ല. തേങ്ങയ്ക്ക് ഇവിടെ ഭയങ്കര ചിലവുമാണ് കേട്ടോ. കറികൾക്കും തോരനൊക്കെ ഞാനിങ്ങനെ തേങ്ങ എടുക്കും. അതുകൊണ്ട് ഭയങ്കര ചിലവാണ്. അതുകൊണ്ട് ഇന്ന് പച്ചവെള്ളത്തിൽ തന്നെ മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് എന്തായാലും കേക്കയുടെ പൊടി ഇങ്ങനെ വെള്ളത്തിൽ കുഴച്ച് വെക്കണം. കേക്കയുടെ പൊടി ഭയങ്കര ഹാർഡാണ് കേട്ടോ. അത് ഞാൻ എത്രയൊക്കെ നനച്ച് വെച്ചാലും ഉണ്ടല്ലോ, കുറേ നേരം എടുത്ത് നനച്ച് വെച്ചാലും അത് ചുട്ട് കഴിഞ്ഞ് അത് ഭയങ്കര ഹാർഡായിട്ട് വരും. അതുകൊണ്ട് മാക്സിമം തേങ്ങാപ്പാലിലൊക്കെ കേട്ടോ ഇത് ഞാൻ നനച്ചെടുക്കാറ്. പക്ഷേ ഇന്ന് ഇപ്പോൾ തേങ്ങയില്ലാത്തതുകൊണ്ട് തേങ്ങ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഈ പുട്ടിൻ്റെയൊക്കെ പൊടി ശരിയല്ലെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, കുറച്ചല്ല, നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ തേങ്ങ വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് ഒഴിച്ച് കൊടുത്ത് നനച്ചിങ്ങനെ വയ്ക്കാം കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നനയ്ക്കും. ഞാൻ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഷോർട്സിൽ. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ ഷോർട്സ് കാണാത്തവർക്ക് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തോരനും കൂടെ തന്നെ വയ്ക്കുന്നത് മെഴുക്കുരട്ടി അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സാമ്പാറിൽ നിന്ന് എടുത്ത വെജിറ്റബിൾസാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസമായിട്ട് സാമ്പാർ മേടിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ വെജിറ്റബിൾസ് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ, പയർ വേറെ, ബീൻസ് വേറെ, വെണ്ടയ്ക്ക, അങ്ങനെ ഓരോന്നും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ. എന്നിട്ട് സാമ്പാറിനുള്ളത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുക്കുകയും ചെയ്യും. അതുപോലെ തോരൻ വെക്കേണ്ടടുത്ത് ഈ വെജിറ്റബിൾസും അങ്ങോട്ട് എടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ തോരൻ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ സാമ്പാർ കൂട്ടൊക്കെ മേടിച്ച് വെക്കുമ്പോണ്ടല്ലോ അതിൽ സാമ്പാറും ഉണ്ടാക്കുക, അതുപോലെ തന്നെ തോരനുള്ളതും ഐറ്റം ആവും കേട്ടോ. അതിൻ്റെ അടുത്ത് തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് ഈ വെള്ളം ഉണ്ടല്ലോ രാവിലെ തന്നെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതായത് വെറും വയറ്റിൽ ഇങ്ങനെ കുടിക്കുക. അത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള വെള്ളമാണ് കേട്ടോ. അപ്പം ഈ കരിക്കിൻ്റെ വെള്ളമാണ് കൂടുതലും കുടിക്കാറ്. പക്ഷേ ഇത് വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ പുട്ട് നനച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് നനച്ച് പ്രോപ്പറായിട്ട് എടുക്കണം കേട്ടോ. അത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അത് വെള്ളം പ്രോപ്പറായിട്ട് നനവൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നനച്ചെടുത്തിട്ട് പുട്ടുകുറ്റിയിലാക്കി ആവി കയറ്റാനായിട്ട് വെക്കാണ്ട്. ഞാൻ മെഴുക്കുരട്ടി മാത്രമാണ് ഉച്ചത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. തലേന്ന് സാമ്പാർ വെച്ചതിൻ്റെ കുറച്ചുണ്ട്. അപ്പോൾ പിന്നെ കറിയൊന്നും വെക്കണില്ല. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എഗ്ഗ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എഗ്ഗ് കറിയും പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നില്ല. തലേന്ന് ഞാൻ എഗ്ഗ് കറി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്രേവിയും ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 3-4 എഗ്ഗ് പുഴുങ്ങി അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വെറുതെ ചാറ് മാറ്റി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മുട്ട മാത്രം അതിലേക്ക് പുഴുങ്ങി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറകെ ഞാൻ കുക്കറിൽ മെഴുക്കുരട്ടിക്കുള്ള ഇത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ മെഴുക്കുരട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ കായൊക്കെ ഉണ്ടാകുമ്പോൾ അത് സെപ്പറേറ്റ് വേവിച്ചെടുക്കും കേട്ടോ. അതായത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ടാണ് ഞാനത് മെഴുക്കുരട്ടി രൂപത്തിലാക്കുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ പലരും ഇങ്ങനെ ഡയറക്റ്റ് വറുത്ത്, അതായത് ഉള്ളി കടുകൊക്കെ ഇട്ട് വറുത്തെടുത്ത് താളിച്ച് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ഏത്തക്കായൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് കുക്കറിൽ സെപ്പറേറ്റ് വേവിച്ചെടുക്കും. അതാണ് ഞാൻ പണ്ട് തുടങ്ങി ചെയ്യുന്നത്. പിന്നെ പയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ വരുന്ന പയറാകുമ്പോൾ പെട്ടെന്ന് അത് കുക്കായി പോകും. ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ നാടൻ പയറൊക്കെ ആണെങ്കിൽ 2 വിസിൽ തന്നെ കുക്കറിൽ കൊടുക്കേണ്ടി വരും. മേടിക്കുന്ന പയറൊക്കെ ആകുമ്പോൾ വരവ് പയറാകുമ്പോഴുണ്ടല്ലോ അത് ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ ഈ ഏത്തക്കായ ഞാൻ തീരെ നൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് വേവും ഒറ്റ വിസിലിൽ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അത് വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചോളൂ. അങ്ങനെ ഒറ്റ വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ചട്ടി വെച്ച് അതൊന്ന് കടുക് താളിച്ചെടുക്കുകയാണ് കേട്ടോ. കടുകിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി അങ്ങോട്ട് ചതച്ചിട്ട് കൊടുത്തു കേട്ടോ. അത് എനിക്ക് ചതച്ചിട്ടാലാണ് എനിക്കിങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം ചതയ്ക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പ്രോപ്പർ ഫ്ലേവർ ഇറങ്ങുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇത് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ചതച്ച ഉള്ളിക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. തോരൻ വേറെ, മെഴുക്കുവരട്ടി വേറെ. മെഴുക്കുവരട്ടിയിൽ തേങ്ങ ഇടില്ല, തോരനിൽ തേങ്ങ ഇടും. അപ്പോൾ ഞാൻ കുക്കറിൽ ഇത് വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിലിട്ട് തന്നെയാണ് ഞാനിത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് കേട്ടോ ആ കടുക് വറുത്തയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നാലാണ് എനിക്കൊരു സംതൃപ്തി കിട്ടാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണേ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന്
കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് പ്രോപ്പറായിട്ട് വെട്ടം വരുമ്പോഴാണ് ഇവിടെ നിന്ന് കുക്ക് ചെയ്താൽ എനിക്ക് വെട്ടം കിട്ടുള്ളൂ. എനിക്ക് വെട്ടത്തിൻ്റെ പ്രശ്നം വരും കേട്ടോ. ഇപ്പോൾ ഒത്തിരി നേരം വെളുത്തതുകൊണ്ട് എനിക്കിവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇനി നല്ല വെയിലുള്ള സമയത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം വരാൻ പോണില്ല. ഈ അതിരാവിലെയൊക്കെ എണീച്ച് വരില്ല, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എണീച്ച് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഈ കിച്ചണിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ വീഡിയോക്ക് ഒരു വെട്ടം കിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം വരും കേട്ടോ. പിന്നെ നീല സന്ധ്യ ആവണ ആ ടൈം ഉണ്ടാവുമല്ലോ, ഒരു 5 മണിക്ക് ശേഷം ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വല്ലാത്തൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ എൻ്റെ റംബൂട്ടാൻ ഞാൻ 2 ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ നട്ടതിൽ നിന്ന് ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ടായി, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഫലം ഉണ്ടായി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു മഹത്തായൊരു കാര്യം തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ റംബൂട്ടാനൊന്നുമില്ല കേട്ടോ. അവിടെ ഈ വാഴ, തേങ്ങ, ചക്ക അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ റംബൂട്ടാനൊക്കെ ഇങ്ങനെ പറിച്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ്. അങ്ങനെ നേരെ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുട്ടിന് ഞാൻ എഗ്ഗ് മാത്രമായിട്ട് എടുത്തോളൂ, ചാറുണ്ടായിരുന്നില്ല. കാരണം ഞാൻ തലേന്ന് ഉണ്ടാക്കിയ എഗ്ഗ് കറിയാണ്. അപ്പോൾ അതിൽ കുറച്ച് ചാറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എഗ്ഗ് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോരനും കൂടി എടുത്തു വെച്ചത്. ഏത്തക്കാടെ കൂടെ പയറുള്ളായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെടുക്കുന്ന വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.